മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ സാഹസികത ഇഷ്ടപ്പെടാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലൊരു ശതമാനം ആളുകളും ഇല്ല എന്നായിരിക്കും മറുപടി പറയുക. കാരണം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം സമയവും ജോലിയും മറ്റും ഒക്കെയായിട്ട് കടന്നു പോകുമ്പോൾ ആരാണ് സാഹസികത ആസ്വദിക്കാത്തത്? വർഷങ്ങൾക്ക് മുമ്പ് 10,000-കണക്കിന് ആളുകളെ സാക്ഷിയാക്കി നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കുറുകെ കയറിലൂടെ നടന്ന് ചരിത്രം സൃഷ്ടിച്ച ബ്ലോണ്ടിൽ എന്ന വ്യക്തിയെ ഓർമ്മ വരികയാണ്. ഏകദേശം 52 മീറ്റർ ഉയരമുള്ള വെള്ളച്ചാട്ടം, അതിന് കുറുകെ കയറ് കെട്ടി അതിന് മുകളിലൂടെ നടന്ന് മറുവശത്തേക്ക് നടക്കുന്നു. ഒന്നു പിഴച്ചാൽ എല്ലാം അവസാനിക്കും. ആളുകൾ ശ്വാസം അടക്കി പിടിച്ച് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ബ്ലോണ്ടിൽ സ്വയം ബാലൻസ് ചെയ്ത് മറുവശത്ത് എത്തിയപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹനം നൽകി. ഉടനെ ബ്ലോണ്ടിൽ ജനക്കൂട്ടത്തോട് ചോദിച്ചു, ഞാൻ മറുകരയ്ക്ക് നടക്കാൻ പോവുകയാണ്, എനിക്ക് അവിടെ എത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാവരും ആർത്തു വിളിച്ചു പറഞ്ഞു, താങ്കൾക്ക് കഴിയും. അപ്പോൾ ബ്ലോണ്ടിൽ ചോദിച്ചു, എൻ്റെ തോളിൽ കയറി നിന്നുകൊണ്ട് എന്നോടൊപ്പം മറുകരയ്ക്ക് പോകാൻ ആരാണ് മുന്നോട്ട് വരിക? അത് കേട്ടതോടെ എല്ലാവരും പുറകോട്ട് മാറി. ഒടുവിൽ ബ്ലോണ്ടിൻ്റെ മാനേജറായ ഹാരി കോൾ മുന്നോട്ട് വന്ന് അവർ രണ്ടുപേരും മറുകരയിൽ സുരക്ഷിതരായിട്ട് എത്തിച്ചേരുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ധ്യാനിക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈശോ ഒരു അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നതിലൂടെ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നും വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് എല്ലാം സാധ്യമായി തീരുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ വചനത്തിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് മനസ്സിലാക്കാം. ശിഷ്യന്മാരുമൊപ്പം മലയിറങ്ങി വന്ന ഈശോ കണ്ടത് വളരെ ഖേദകരമായ ഒരു സംഭവമായിരുന്നു. അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമുള്ള അധികാരം നൽകപ്പെട്ട ബാക്കി 9 പേര് താഴ്വരയിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ സിദ്ധി അവർ നേരത്തെ ഉപയോഗിച്ച് ഉറപ്പുവരുത്തിയതും കൂടിയാണ്. അവരുടെ അടുത്ത് ഒരു പിതാവ് അപസ്മാരം പിടിപെട്ട തൻ്റെ ഏക മകനെ കൊണ്ടുവന്നു. എന്നാൽ അവർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈശോ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആ പിതാവ് ഉടനെ ഈശോയെ സമീപിക്കുകയും തുടർന്ന് ഈശോ ആ മകനെ സുഖപ്പെടുത്തുകയുമാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ഈശോയും ശിഷ്യന്മാരും മാത്രമായിരുന്ന സമയത്ത് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് തങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ കഴിയാതെ പോയത്? ഈശോ പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം മൂലമാണ് എന്ന്. അല്പവിശ്വാസം എന്നത് വിശ്വാസരാഹിത്യമോ സമ്പൂർണ്ണ വിശ്വാസമോ അല്ല, മറിച്ച് വിശ്വാസത്തിൽ വളരായികയാണ്. പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ കിട്ടിയ അധികാരം ഈശോയുടെ അസാന്നിധ്യത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്ന സംശയവും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയാനും വിശ്വാസ പ്രമാണം ചൊല്ലാനും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നത് കടുകുമണിയോളം വിശ്വാസമാണ്. അതായത് ഏതൊരു പ്രതിസന്ധികളുടെയും സഹനങ്ങളുടെയും ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന നിമിഷങ്ങളിലും ഏറ്റവും ദൃഢതയാർന്നതും അതിശയകരമായ വളർച്ചയുമുള്ള ആഴമായ വിശ്വാസമാണ്. പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ നേരത്തെ കേട്ട സംഭവത്തിലെ ജനക്കൂട്ടത്തെ പോലെയാണ് നാം ഓരോരുത്തരും. കാരണം വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ പലപ്പോഴും മുന്നോട്ട് വെച്ച കാലുകൾ പതുക്കെ പിന്നോട്ട് വയ്ക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത്. അങ്ങനെയെങ്കിൽ നാം അല്പവിശ്വാസികളായി തന്നെ തുടരുകയാണ്. അവിടെ നിന്നും ആഴമായ വിശ്വാസത്തിലേക്ക് നാം വളരേണ്ടിയിരിക്കുകയാണ്. ആ ആഴമായ വിശ്വാസത്തിലേക്ക് വളരാൻ നാം ആദ്യം ചെയ്യേണ്ടത്, ഈശോയാണ് എൻ്റെ നാഥനും രക്ഷകനും, അവന് എല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുക എന്നതാണ്. അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു കൊടുങ്കാറ്റ് എൻ്റെ ജീവിതത്തിൽ വീശിയാലും ഭയപ്പെടേണ്ടതില്ല എന്ന് വിശ്വസിക്കുക എന്നതും കൂടിയാണ്. ഈ വിശ്വാസമാണ് പതുക്കെ പതുക്കെ ആഴമായ വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ പറ്റിയൊന്ന് ചിന്തിക്കാം. ഈശോ ആഗ്രഹിക്കും പോലെ എൻ്റെ വിശ്വാസം വളരെ ദൃഢതയും ആഴമേറിയതുമാണോ?
അതോ ഞാൻ അല്പവിശ്വാസിയായി തന്നെ തുടരുകയാണോ? വിശ്വാസ ജീവിതത്തിൽ എനിക്ക് എവിടെയാണ് കുറവ് സംഭവിച്ചത്? ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈശോയിൽ വിശ്വാസമർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയെ എൻ്റെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തിലെ ഏതൊരു സന്ദർഭങ്ങളിലും അങ്ങിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് മുന്നോട്ടു പോകാൻ കൃപ നൽകണമേ. ആമേൻ.